ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് തംബ്നെയിലിനെ പോലെ മണി എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം, മാനിഫെസ്റ്റേഷനിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മണീനെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ മണി ബ്ലോക്ക്സ് എങ്ങനെ റിമൂവ് ചെയ്യാം, അതെങ്ങനെ കണ്ടെത്താം, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എന്താണ് മണി എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയണം. അപ്പം സ്വാഭാവികമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി എല്ലാവരും പറയും, ഓ ഞങ്ങൾക്കറിയാം പൈസ എന്താണെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കറിയാം. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണ്. മണി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഫ്രീക്വൻസീസിനെയാണ് മണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല പല കോമ്പിനേഷൻ. ഇപ്പം നമ്മൾ പറയുകയാണ് ഒരു അൺകണ്ടീഷണൽ ലവ്, അവിടെ ഒരൊറ്റ ഫ്രീക്വൻസി ഉള്ളൂ. അതുപോലല്ല മണി എന്ന് പറയുന്നത്. ഒരു പല 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 കോമ്പിനേഷനുകളുടെ ഫ്രീക്വൻസികളെയാണ് മണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി എന്തൊക്കെയാണ് ഈ കോമ്പിനേഷൻസ്? അത് നമ്മുടെ കപ്പാസിറ്റി ആവാം, ക്രിയേറ്റിവിറ്റി ആവാം, കോൺഫിഡൻസ് ആവാം, അങ്ങനെ പല പല കോമ്പിനേഷനുകൾ ഒത്തുചേരുന്നതായിരിക്കും നമ്മുടെ ഒരു എന്താ പറയുക ആ ഒരു ഫ്രീക്വൻസിയെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഓരോരുത്തരിലും ഈ പറഞ്ഞ മണി കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ബ്ലോക്കുകൾ, നമുക്ക് മണി ബ്ലോക്കുകൾ നമുക്ക് വരുന്നത്, അല്ല എന്തുകൊണ്ടാണ് എനിക്ക് പൈസ വരാത്തത്? ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇതിന് ഉത്തരം നമുക്ക് പൈസ ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, ആർക്കാണ് പൈസ ആവശ്യമില്ലാത്തത്? എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്. ഇതായിരിക്കും എല്ലാവരും ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കുന്നത്. പൈസയുടെ ആവശ്യമുണ്ട് എന്നുള്ള ചിന്ത 5% മാത്രം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മൈൻഡിൽ സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, കോൺഷ്യസ് മൈൻഡും ഉണ്ട്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിലെ 5% മാത്രമാണ് നമുക്ക് പൈസ ആവശ്യമുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നത്. ബാക്കി പെർസെൻറ്റേജ് ഫുള്ള് വിശ്വസിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ആവശ്യമില്ല. ഈ ഒരു തോട്ട് മൈൻഡിലുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് പൈസ അട്രാക്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മണി ബ്ലോക്സ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്. ഇനി മണി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്തുകൊണ്ട് പൈസ വരാത്തതിന് കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നന്മയുള്ളിടത്ത് മാത്രമേ പൈസ വരത്തുള്ളൂ, അല്ലെ നല്ലവർക്ക് മാത്രമേ പൈസ വരത്തുള്ളൂ, ആ ഒരു തോട്ട്. ദെൻ ലിമിറ്റിംഗ് ബിലീഫ്, അതായത് എനിക്ക് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ, എനിക്കിത് കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, ഇത്രയൊക്കെ പൈസ മതി ജീവിക്കാൻ, ഇത്തരത്തിലുള്ള തോട്ടുകൾ, അതിനെ നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ചിന്ത, അല്ലെങ്കിൽ പൈസ ഇപ്പോൾ ഉള്ളവരെ സംബന്ധിച്ച് നമ്മൾ പറയും അവരൊക്കെ കള്ളത്തരം കാണിച്ചാണ് ഇത്രയും പൈസ നേടിയത്. സിനിമയിൽ അഭിനയിച്ചവർക്ക് ഒത്തിരി പൈസ വരുമ്പോഴത്തേനും നമ്മൾ പറയും ഇതൊക്കെ വെറും ഫേക്ക്, വെറുതെ കിട്ടുന്ന പൈസയാ, ഇങ്ങനെ പറയും. നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റിയാണ് ആക്ച്വലി. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്തെന്നാ, അവന് പൈസയുടെ അഹങ്കാരമാണ്, ഷോ ഓഫാണ് അവൻ, ഈ രീതിയിലാണ് പറയുന്നത്. ഷോ ഓഫ് കാണിച്ചിട്ടുണ്ടെങ്കിലും അഹങ്കരിച്ചിട്ടുണ്ടെങ്കിലും അത് കാണിച്ചു തരാം ആ വ്യക്തിയാണ്, അല്ലെ ആ വ്യക്തിയുടെ ക്യാരക്ടറാണ് അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അല്ലാതെ മണിയല്ല. പക്ഷെ നമ്മൾ ബ്ലെയിം ചെയ്യുന്ന ആരെയാണ്? മണി റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ബ്ലെയിം ചെയ്യുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ, മണി എന്ന് പറയുന്നത് ഒരു ത്രെട്ടാണോ, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ടാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പാവപ്പെട്ട ഒരു സൈക്കിളുകാരൻ, അയാൾ സൈഡിൽ കൂടെ പോവാണ്. അതേപോലെ തന്നെ പാവപ്പെട്ട ഒരു ഓട്ടോക്കാരൻ തമ്മിൽ ഓട്ടോ വന്ന സൈക്കിളിൽ ചെറുതായിട്ടൊന്ന് ഇടിക്കുകയാണ്. ഇടിക്കുന്ന സമയത്ത് രണ്ട് കൂട്ടർക്കും ഒന്നും പറ്റിയില്ല, ഒരു പോറലോ ഒന്നുമില്ല. അപ്പോഴത്തേനും അവിടെ ആൾക്കാർ കൂടുന്നു, സംഭവം എല്ലാവരും അറിയുന്നു, ആദ്യം ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം. സോ ഒന്നും പറ്റിയിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, പൊക്കോന്ന് പറഞ്ഞിട്ട് അവിടെ പിരിഞ്ഞു പോകും. നേരെ മറിച്ച് ഇതേപോലെ തന്നെ ഈ സൈക്കിളുകാരനെ വന്നിടിച്ചത് ഒരു BMW അല്ലെങ്കിൽ ഒരു ബെൻസ് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. സെയിം സിറ്റുവേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ എന്താ സംഭവിക്കുക? ആൾക്കാർ കൂടും, ആൾക്കാർ പറയും നീ പൈസയുടെ ഇത് കാണിക്കരുത്, റോട്ടിലല്ല അങ്ങനെ കാണിക്കരുത്, അങ്ങനെ പല രീതിയിലുള്ള ചീത്ത അയാൾ കേൾക്കണം. അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പൈസ ആ ആൾക്കാർക്ക് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. ഈ ആൾക്കാർ ഇപ്പം ഇത്തരത്തിലുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ, അതായത് പൈസ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയും പൈസ മേടിക്കണം, പിടിച്ചെടുക്കണം, ഇത്തരത്തിലുള്ള മെൻറ്റാലിറ്റി ഉള്ളവർ എപ്പോഴും ചെയ്യുന്ന, അല്ലെ അവരുടെ ഒരു തോട്ടെന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ ലിമിറ്റിംഗ് ബിലീഫ്. എൻ്റെ കയ്യിലില്ലല്ലോ, അവൻ ഒരുപാടുണ്ടല്ലോ, ആ ഒരു തോട്ടാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അല്ലാതെ പൈസ ഒരിക്കലും ഒരു ത്രെട്ടോ അങ്ങനെ ഒന്നും ഒരിക്കലും ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഓക്കെ,
നമുക്ക് ഈ മണി റിലേറ്റഡിനെ 3 റെസ്പോൺസുകളായിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ 3 റെസ്പോൺസുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ ഈ 3 റെസ്പോൺസിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കും. പക്ഷേ ഇതിലേതെങ്കിലും 3 എണ്ണത്തിൽ ഒരെണ്ണം നമുക്ക് ഡൊമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു റെസ്പോൺസ് ആയിരിക്കും. അപ്പം ഇതിലെ ആദ്യത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഫൈറ്റ് റെസ്പോൺസ് അല്ലെ ഫൈറ്റ് മോഡ്. ഈ ഫൈറ്റ് മോഡിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കസിൻസിൻ്റെ ഒക്കെ കൂടെ പോകുമ്പോഴാണെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ പൈസ എടുക്കാനില്ല, അപ്പോൾ അവരിങ്ങനെ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെട്ടത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ ചെറുതിലെ തൊട്ടേ കിടപ്പുണ്ടാവും. അപ്പം ഈ ഒരു കാര്യം, ഈ ഒരു തോട്ട് ഇങ്ങനെ കിടന്ന് എനിക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കണം, ആ ഒരു മൈൻഡായിരിക്കും ഉള്ളത്. ഓക്കെ, ഇതൊരു ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി ആൾക്കാരുടെയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും എനിക്ക് പൈസ ഉണ്ടാക്കണം, എങ്ങനെ എനിക്ക് പൈസ ഉണ്ടാക്കണം, ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, മറ്റുള്ളവരുടെ കയ്യിൽ മുന്നിൽ നിൽക്കുമ്പം എന്നെ മാറ്റി നിർത്തുന്നു, എനിക്ക് അവിടെ നിൽക്കാനൊരു സ്റ്റാൻഡില്ല, പൈസ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു സ്റ്റേജിലുള്ളവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കും. അതായത് ഈവൻ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്ന ഒരു സമയത്ത് ഓക്കെ ഞാൻ എല്ലാ ബില്ലും പേ ചെയ്തോളാം, അതായത് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പം എനിക്ക് പറ്റും. ഈവൻ പൈസ ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷെ അവിടെ ഒരു എന്താ പറയുക, ഒന്ന് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രവണതയാണിത്. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഫൈറ്റ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് അത് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് കാണിക്കണം. അതൊരു മെൻറ്റാലിറ്റി മാത്രമാണ് കേട്ടോ, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന എഫേർട്ട്, ഈ പറഞ്ഞ പോലെ ബില്ല് പേ ചെയ്യുന്നതായിക്കോട്ടെ, ഇപ്പം പാർട്ടി വീട്ടിൽ കണ്ടക്ട് ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫൈറ്റ് റെസ്പോൺസ് പെടുന്ന ആൾക്കാർ നമുക്ക് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് റെസ്പോൺസ് എന്ന് പറയുന്നതാണ് ഫ്ലൈറ്റ് റെസ്പോൺസ്. ഫ്ലൈറ്റ് റെസ്പോൺസിലുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫുള്ള് പേടിയാണ്. അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇപ്പം തീരുമോ, എൻ്റെ കയ്യിൽ ഇത്രയും രൂപയല്ലേ ഉള്ളൂ, ഞാനിതെങ്ങനെ ചിലവാക്കും, ഇത് ചിലവാക്കി ഇപ്പം എനിക്ക് അടുത്ത ഇതിലേക്ക് ഇല്ലല്ലോ, ഈ ഒരു മെൻറ്റാലിറ്റി വെച്ച് ചിന്തിക്കുന്നവരാണ് ഈ ഫ്ലൈറ്റ് റെസ്പോൺസിലുള്ളവർ. അവർക്ക് എപ്പോഴും പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേനും എന്താ, കാശില്ലാതെ വന്നാൽ എന്ത് ചെയ്യും, എനിക്ക് ഇത്ര രൂപയും കൂടി ഉള്ളൂ, ഇത് കടച്ചു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയൊക്കെ അടച്ചു കഴിഞ്ഞാൽ പൈസ തീർന്നു, ഈ ഒരു തോട്ടായിരിക്കും അവർക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെയുള്ളവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർ ഇമോഷണലി ആണ് കാര്യങ്ങളെ കാണുന്നത്. ഇമോഷണലി കാര്യങ്ങൾ കാണാമെന്ന് പറഞ്ഞാൽ അപ്പം അവർക്കറിയാം അവരുടെ കയ്യിൽ ഇത്ര ഉള്ളത് തീരാൻ പോവുക, ഈ ഒരു തോട്ട് ഇങ്ങനെ വന്ന് ഇവരെ തന്നെ ഹാപ്പി ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഷോപ്പിങ്ങിലൂടെയാണ്. ഒരുപാട് ബാഗുകൾ മേടിക്കുക, ഡ്രസ്സുകൾ മേടിക്കുക, സാൻഡൽസ് മേടിക്കുക, പെർഫ്യൂംസ് മേടിക്കുക, ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മേടിക്കാൻ ശ്രമിക്കുക. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് സ്വയമേ റിച്ച് ആണ് എന്നുള്ളൊരു തോട്ട് അവരിൽ ഉണ്ടാക്കിയെടുക്കാനാണ് അവർ നോക്കുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി ഇപ്പം ഫാൻസി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൽ പോവാം, അപ്പം അതൊക്കെ ചെയ്യുന്നത് വഴി അവർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുകയാണ്. ഓക്കെ, ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. ഇവൻ എന്തോ അവരുടെ കയ്യിൽ കാശില്ലായിരിക്കാം, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തോ ഒരു ഇതാണെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിൽ പെട്ട അവരുടെ ആ ഇൻസെക്യൂരിറ്റി ടുവേഴ്സ് മണി അതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ഇനി തേർഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് ഫ്രീസ് റെസ്പോൺസ്. ഫ്രീസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിശുക്കെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ പൈസ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒന്നിനും ചിലവാക്കാണ്ട് തീരെ മറ്റേ അർക്കീസാന്നൊക്കെ പറയൂലേ, അപ്പം അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ ഫ്രീസിനകത്ത് വരുന്നത്. അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര റിച്ച് ആയിരിക്കും, പക്ഷെ അവർക്ക് ഒരിക്കലും ഇത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകത്തില്ല. മേ ബി ഈ അസുഖം വന്ന് നേരത്തെ മരിച്ചു പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഇവരുടെ ഈ വെൽത്ത് പല രീതിയിൽ പോവാം. സോ ഒരിക്കലും മണീനെ സ്റ്റാഗ്നൻ്റ് ആക്കി വെക്കാൻ പാടില്ല. മണി ഷുഡ് ഫ്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴും മണിക്ക് ഒരു മൂവ്മെൻറ്റ് വേണം, അതെവിടെ ആയിരുന്നാലും. അപ്പം ഈ ഒരു ഫ്രീസ് മോഡിലും ആൾ റിച്ച് ആണെന്ന് വെച്ചാൽ അവർക്കത് യൂസ്ഫുൾ ആവണം എന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. നിങ്ങളുടെ മണി റിലേറ്റഡ് അല്ലെ ഫിനാൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.